മരണമെന്ന പദം കൊണ്ട് സിദ്ധാർത്ഥനെ അടയാളപ്പെടുത്തി മാറ്റിവെക്കരുത്. SFIയുടെ ഗുണ്ടകളും കൂടെ കൂടിയ ക്രിമിനൽ സംഘങ്ങളും എല്ലാം കണ്ടും കേട്ടും രസിച്ചുമിരുന്ന നിഷ്പക്ഷവാദികളും എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലിരിക്കുന്ന കോളേജിന്റെ അധികൃതരും ചേർന്ന് നടത്തിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണിത്. ഇത് കൊലപാതകമാണ്. ആ കെട്ടിടത്തിന് ഇനി കലാലയമായിരിക്കാനുള്ള യോഗ്യത പോലുമില്ല. വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിയുമ്പോൾ പേന ജഡ്ജി കുത്തി ഒടിക്കുന്നത് പോലെ ഒരു ചെറുപ്പക്കാരനെ പരസ്യ വിചാരണ തൂക്കിലേറ്റിയ ക്യാമ്പസ് ഒരു ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരപ്പാക്കണം എന്ന് തന്നെയാണ് എന്റെ പക്ഷം. ചില മനുഷ്യർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ രണ്ടു വശം അറിയാൻ, സത്യാവസ്ഥ അറിയാൻ. ചില മാധ്യമ പ്രവർത്തകർ, ചില ഇടതുപക്ഷ ബുദ്ധിജീവികൾ, സൈബർ ഗുണ്ടകൾ. ഹേ നരാധമ കൂട്ടങ്ങളെ, ഹേ നീച ജന്മങ്ങളെ, നിങ്ങൾക്ക് അല്പമെങ്കിലും മനസാക്ഷി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവനെ പെറ്റ വയറും അവനെ ഊട്ടിയ കൈകളും ഒന്ന് ശാന്തമാകട്ടെ. അവന് കൊള്ളിവെച്ച കൈകളുടെ വിറയലൊന്നും മാറട്ടെ. അതുവരെ ഒന്നും മിണ്ടാതിരിക്കെ. ഒരു ചെറുപ്പക്കാരനെ നഗ്നനാക്കി ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കുന്നു. ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുകൊണ്ടുവന്നവനെ മർദ്ദിക്കുന്നു. അവന്റെ ചെകിട്ടത്തടിക്കാത്തവരെ ഭീഷണിപ്പെടുത്തുന്നു. ചെകിട്ടത്തടിച്ചു പോകുന്ന പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് പിന്നീട് ആന്റി റാഗിംഗ് സെല്ലിന് കൊടുത്ത മൊഴികളാണിതൊക്കെ. ക്യാമ്പസിൽ വെച്ച് മാത്രമല്ല, കുന്നിന്റെ മുകളിൽ വാട്ടർ ടാങ്കിന്റെ പരിസരത്ത് അവനെ കൊണ്ടുപോയി ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കുന്നു, മുടിക്ക് പിടിച്ചു വലിക്കുന്നു, വയറ്റിലും നെഞ്ചത്തും ചവിട്ടി താഴെയിടുന്നു, തറയിൽ കിടന്ന് വെള്ളം തുടപ്പിക്കുന്നു. 3 ദിവസം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെയാണ് അവൻ മരണത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മരണമല്ല, ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, സാധാരണ മനുഷ്യരോട് അല്പമെങ്കിലും ദയയും സഹാനുഭൂതിയും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ കേസിൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം. കാരണം നിങ്ങളുടെ പോലീസ് ഈ കേസ് അട്ടിമറിക്കും. ഇന്ന് പ്രതികളെ ഹാജരാക്കിയപ്പോ ഒത്താശ പാടാൻ, അവർക്ക് സൗകര്യമൊരുക്കാൻ CPMന്റെ പാർട്ടി നേതാക്കന്മാർ കോടതിയിൽ വന്നിരിക്കുന്നു. ഈ കേസിൽ ഈ 19 പ്രതികൾ ചെറുപ്പക്കാർ മാത്രമല്ല, ഈ നരാധമ കൂട്ടങ്ങൾ മാത്രമല്ല. ആന്റി റാഗിംഗ് നിയമത്തിന്റെ സെക്ഷൻ 6 പറയുന്നു, എല്ലാത്തിനും മൗന അനുവാദത്തോടു കൂടി ഇരുന്ന കോളേജിന്റെ അധികൃതർ, വാർഡൻ, ഡീൻ, പ്രിൻസിപ്പൽ ഇവരെയൊക്കെ പ്രതികളാക്കണം. മാത്രമല്ല, ഒരു പെൺകുട്ടി SFIയുടെ ആവശ്യപ്രകാരം, ഈ ഗുണ്ടകളുടെ ആവശ്യപ്രകാരം ഒരു വ്യാജ പരാതി ഈ ചെറുപ്പക്കാരനെതിരെ, സിദ്ധാർത്ഥനെതിരെ ചമച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയെക്കെതിരെ കേസെടുക്കണം. ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ഒരു മനുഷ്യരെയും വെറുതെ വിടാൻ പാടില്ല. കാരണം ഇതുപോലെ നികൃഷ്ടമായ ഒരു സംഭവം കേരളത്തിന്റെ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന മനുഷ്യരോട് പുച്ഛവും പരിഹാസവും മാത്രമേ ഉള്ളൂ.